ഒക്കെ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, വിശുദ്ധ അൽഫോൻസാമയുടെ മാധ്യസ്ഥം തേടി തിരുനാൾ ആഘോഷിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങൾക്ക് എല്ലാ കൃപാവരങ്ങളും സമൃദ്ധമായിട്ട് നൽകണമേ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരിക്കാം. സുഖമാണോ? ആണോ? സന്തോഷമാണോ? സന്തോഷമാണ്. വിശുദ്ധ അൽഫോൻസാമ ഇങ്ങനെ പറയാറുണ്ട്, പുഞ്ചിരി ഒരു തിരിവെട്ടമാണ്. വേദനിക്കുന്നവരുടെ മുഖത്തേക്ക് നോക്കി ഞാൻ കരുണയോടെ പുഞ്ചിരിക്കും. പുഞ്ചിരി ഒരു തിരിവെട്ടമാണ്. തിരിവെട്ടത്തിൻ്റെ വില മനസ്സിലാകുന്ന എപ്പോഴാണെന്നറിയാവോ? കൂരിരുട്ടിലിരിക്കുമ്പോഴാണ്. ഒരു തിരിയുടെ വെട്ടമെങ്കിലും നമുക്ക് കിട്ടുമ്പോൾ അത് വലിയൊരാശ്വാസമാണ്, സന്തോഷമാണ്. അന്ധകാരം മാറിപ്പോകുന്നു. ഒരു ചെറിയ പ്രകാശത്തിൽ എന്തൊക്കെയോ ചിലത് നമുക്ക് വ്യക്തമാകുന്നു. ഹല്ലേലൂയ. നമ്മളെവിടെയാണുള്ളത്, നമ്മളെവിടെയാണ് ആയിരിക്കുന്നത്, നമ്മളായിരിക്കുന്നിടത്ത് എന്തൊക്കെ ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത, ഒരു കൃത്യത നമുക്ക് കിട്ടും കൂരിരുട്ടിലിരിക്കുമ്പോൾ. ഈ കൂരിരുട്ടെന്ന് പറയുന്നത് എന്താണ്? കൂരിരുട്ട് അത് നമ്മുടെ സഹനത്തിൻ്റെ നിമിഷമാണ്, വേദനയുടെ നിമിഷമാണ്, നൊമ്പരങ്ങളുടെ നിമിഷമാണ്. നമ്മൾ കൂരിരുട്ടിൽ അകപ്പെട്ടു പോകുന്നത് പോലെയുള്ള ഒരനുഭവം നമുക്കുണ്ടാകും. അപ്പോൾ വിശുദ്ധ അൽഫോൻസാമ പറയാണ്, പുഞ്ചിരി എന്ന് പറയുന്നതിന് ഒരു തിരിവെട്ടത്തോളം വിലയുണ്ട് എന്ന് പറഞ്ഞാൽ പുഞ്ചിരി ഒരു തിരിവെട്ടമാണ്. അങ്ങനെ പറയുന്നത്. വേദനിക്കുന്നവരുടെ മുഖത്തേക്ക് നോക്കി ഞാൻ അവർക്ക് ഒരു പുഞ്ചിരി സമ്മാനിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ഞാനൊരു തിരി കത്തിച്ചു കൊടുക്കുകയാണ്. ഹല്ലേലൂയ. വേദനിക്കുന്നവരുടെ, സങ്കടപ്പെടുന്നവരുടെ, നൊമ്പരപ്പെടുന്നവരുടെ മുഖത്തേക്ക് നോക്കി നമുക്കൊന്ന് പുഞ്ചിരിക്കാൻ പറ്റുമ്പോൾ നമ്മൾ എന്താണ് അവർക്ക് കൈമാറുന്നത്? ഒരു തിരിവെട്ടം കൈമാറുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, വലത്തേർ ഉയർത്തി പറഞ്ഞേ ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സത്യത്തിൽ നമ്മളൊന്ന് ചോദിച്ചു നോക്കിയേ, നമുക്ക് വിശുദ്ധ അൽഫോൻസാമനെ ഇഷ്ടമാണോ? ഇപ്പം എല്ലാവരും ഒന്ന് ചിരിക്കുന്നുണ്ട്. നമുക്ക് പല വിശുദ്ധരെ ഇഷ്ടമാണ്, പല വിശുദ്ധരെയും നമ്മൾ വിളിച്ചപേക്ഷിക്കും, മധ്യസ്ഥം തേടും. പക്ഷേ വിശുദ്ധ അൽഫോൻസാമനെ നമുക്ക് ഇഷ്ടമാണോ? ചില അത്ഭുതങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ വേണ്ടിയിട്ട് നമുക്കിഷ്ടമാണ്. ആരെ? വിശുദ്ധ അൽഫോൻസാമനെ നമുക്ക് ഇഷ്ടമാണ്. ചിലർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, വിശുദ്ധ അൽഫോൻസാമയുടെ രൂപമൊന്നും വീട്ടിൽ വെക്കാൻ കൊള്ളിയല, മേശ വെക്കാൻ കൊള്ളിയല, കയ്യിൽ കൊണ്ടു നടക്കാൻ കൊള്ളിയല. കാരണം എന്താണ്? സഹനങ്ങൾ നൽകത്തോളാം. കാരണം പറയുന്നത് എന്താണ്? അൽഫോൻസാമനെ സ്നേഹിച്ചാൽ എന്ത് കിട്ടും? സഹനം കിട്ടും. അതുകൊണ്ട് പലരുടെയും ജീവിതത്തിൽ ഒഴിവാക്കുന്ന, കൂടെ കൊണ്ടു നടക്കാൻ, കൂടെ നടക്കാൻ, കൂട്ടുകാരിയായിട്ട് കൈപിടിച്ച് കൂടെ നടക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു വിശുദ്ധയാണ് വിശുദ്ധ അൽഫോൻസാമ. ശരിക്കും വിശുദ്ധ അൽഫോൻസാമയുടെ മനസ്സിന് നൊമ്പരം ഉണ്ടാവും, അല്ലേ? സങ്കടം ഉണ്ടാകുകയല്ലേ? നമ്മളെ ആരെങ്കിലും കൂട്ടത്തിൽ കൊണ്ടു നടക്കാതിരുന്നത് നമുക്കിഷ്ടമാണോ? അല്ല. അതുകൊണ്ട് വിശുദ്ധ അൽഫോൻസാമയുടെ ജീവിതത്തിൽ അത് നമ്മൾ കൊടുക്കുന്ന സങ്കടമാണെന്ന് എനിക്ക് തോന്നാറുണ്ട്, വേദനയാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാനിങ്ങനെ വിശുദ്ധ അൽഫോൻസാമയെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നുവാണ്, വിശുദ്ധ അൽഫോൻസാമ എന്തുകൊണ്ടാണ്, നുണയൊന്നുമല്ല, വിശുദ്ധ അൽഫോൻസാമയോട് പ്രാർത്ഥിച്ചാൽ നമുക്ക് സഹനം തരുമെന്ന് പറയുന്നത് വെറും നുണയൊന്നുമല്ല, അത് സത്യം തന്നെയാണ്. നമുക്കൊക്കെ അനുഭവങ്ങളുണ്ട്, അല്ലേ? വിശുദ്ധ അൽഫോൻസാമയുടെ കൂട്ടുകാരിയായി നടക്കാൻ ഒരുങ്ങിയാൽ എന്തു ചെയ്യും? അൽഫോൻസാമയ്ക്കുള്ളത് ചിരിച്ചു തരും നമുക്ക്. അൽഫോൻസാമയ്ക്കുള്ളത് എന്താണ്? സഹനമാണ്. അത് ഇച്ചിരി ഷെയർ ചെയ്യും. നമ്മളും അങ്ങനെയല്ലേ, നമുക്കുള്ളതെല്ലാം ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. സന്തോഷമാണെങ്കിൽ സന്തോഷം ഷെയർ ചെയ്യും, സമാധാനമാണെങ്കിൽ സമാധാനം ഷെയർ ചെയ്യും, സഹനമാണെങ്കിൽ സഹനം ഷെയർ ചെയ്യും. അപ്പോൾ ഇച്ചിരിച്ച് തരും. അപ്പോൾ ആ സഹനം ഇച്ചിരിച്ച് തരുമ്പോൾ വിശുദ്ധ അൽഫോൻസാമ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയാവോ? എൻ്റെ കൂട്ടുകാരിയും എൻ്റെ കൂട്ടുകാരനും എന്നെപ്പോലെ തന്നെ എവിടെ എത്തണം? സ്വർഗത്തിലെത്തണം. ഈ ഭൂമിയിൽ കൈകോർത്ത് പിടിച്ച് കൂട്ടുകാരിയായി നടന്നാൽ പോരാ,
പിന്നെ ഇവളെ എനിക്ക് എവിടെയും കൂട്ടുകാരനായിട്ട് കിട്ടണം, സ്വർഗത്തിലും കൂട്ടുകാരിയായിട്ട് കിട്ടണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ സിംഹത്തെ കണ്ടാൽ പേടിയുണ്ടോ? പാമ്പിനെ കണ്ടാൽ പേടിയുണ്ടോ? കരടിയെ കണ്ടാൽ പേടിയുണ്ടോ? ആനയെ കണ്ടാൽ പേടിയുണ്ടോ? ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും പേടിയുള്ളവരെന്ന് കൈവയ്ക്കുക. പാമ്പിനെ കണ്ടാൽ പേടിയാണ്, ആനയെ കണ്ടാൽ പേടിയാണ്, അല്ലേ? അതിനൊക്കെ ഓരോ ഡിഗ്രി ഉണ്ട്, അല്ലേ? ആനയെ കാണുമ്പോൾ ഉണ്ടാകുന്ന പേടി എത്ര മാത്രമാണ്, പാമ്പിനെ കാണുമ്പോൾ എത്രയാണ് പേടി തോന്നുന്നത്, അല്ലേ? പിന്നെ ഒരു പുഴുവാണെങ്കിൽ അതിനെ കാണുമ്പോൾ എന്താണ് പേടി തോന്നുന്നത്? അങ്ങനെ ഇതുപോലെ നമ്മൾ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു ഒരു ആനയെക്കാളും, ഒരു കടുവയേക്കാളും, ഒരു സിംഹത്തെക്കാളും ഉപരി നമ്മൾ ഭയത്തോടെ നമ്മൾ കാണുന്ന ഒരു സത്യമാണ് എന്ത്? സഹനം. പക്ഷെ അല്പം പോലും ഭയപ്പെടാതെ സ്വീകരിച്ചു. ഈ സഹനത്തെ ഏറ്റവും ആത്മധൈര്യത്തോടെ, ഏറ്റവും സന്തോഷത്തോടെ സ്വീകരിച്ച ഒരു വിശുദ്ധയാണ് വിശുദ്ധ അൽഫോൻസാമ. ഉള്ളിൽ ഭയങ്കരമായ വേദനയും സങ്കടവും നൊമ്പരവും ഒക്കെ ഉള്ളപ്പോഴും വിശുദ്ധ അൽഫോൻസാമയ്ക്ക് മറ്റുള്ളവരെ നോക്കി ചിരിക്കാൻ കഴിഞ്ഞിരുന്നു, സന്തോഷിക്കാൻ കഴിഞ്ഞിരുന്നു, അവർക്ക് സന്തോഷം പകർന്നു കൊടുത്തിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്ഷയിക്കാനും കൊടുത്തിട്ട് അടുത്തിരിക്കുന്നവരെ നോക്കി ഒന്ന് ചിരിച്ച്. ഒരു നല്ല അനുഭവം അല്ലേ? ആണോ? ഇനി ചിരിക്കാതെ ഒന്ന് ക്ഷയിക്കാൻ്റെ കൊടുത്തേ, മുഖം ഒന്ന് വീർപ്പിച്ച് പിടിച്ചിട്ടൊന്ന് ക്ഷയിക്കാൻ്റെ കൊടുത്തേ. ഇഷ്ടമാണോ ആ മുഖത്തോട്ട് നോക്കാൻ? ആണോ? അല്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള വേദികളിൽ വരുന്നത് ആരാന്നറിയാവോ? ഇങ്ങനെയുള്ള വചന കൂടാരങ്ങളിലേക്ക് എത്തുന്നത് ആരാന്നറിയാവോ? ആരാ? ഒരുപാട് സഹനങ്ങളിലൂടെ, വേദനകളിലൂടെ, നൊമ്പരങ്ങളിലൂടെ കടന്നു വരുന്നവരാണ് ഇവിടെ എത്തുന്നത്, ഇങ്ങനെയുള്ള ഇടങ്ങളിലെത്തുന്നത്. ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ സമാധാനമായിട്ട് എല്ലാം സുരക്ഷിതമായിട്ട് അനുഭവപ്പെട്ടിട്ട് മുന്നോട്ട് പോകുന്നവരൊക്കെ പോയിരിക്കുന്നത് ഇവിടെയല്ല, സിനിമാ തിയേറ്ററുകളിലോ മറ്റെവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ എനിക്ക് തോന്നുവാണ് ഏറ്റവും കൂടുതൽ ദൈവം സ്നേഹിക്കുന്ന ഒരു സമൂഹമാണ് നമ്മൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതത്തിൽ എനിക്ക് ഒരു സഹനവുമില്ല. ഈ സഹനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഒന്ന് പറഞ്ഞു തരാമോ സിസ്റ്ററെ എന്ന് ചോദിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കേ. അതെന്നതാണെന്ന് അറിയത്തില്ല. ശർക്കരയുടെ മധുരമാണോ പഞ്ചസാരയ്ക്ക്? പഞ്ചസാരയുടെ മധുരമാണോ ശർക്കരയ്ക്ക്? ആണോ? അല്ല. കാന്താരിമുളകിൻ്റെ എരിവാണോ വത്തൽമുളകിന്? ആണോ? അല്ല. പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ സഹനം എന്ന് പറയുന്നത്? എന്താണ് എന്ന്, അല്ലെ അത് എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിക്കുന്നവര് ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിലൊന്ന് കൈപ്പൊക്കിക്കേ. എനിക്കിതുവരെ എൻ്റെ ജീവിതത്തിൽ ഒരു സഹനവും ഉണ്ടായിട്ടില്ല. ഞാൻ കരഞ്ഞിട്ടില്ല, ഞാൻ ചിരിച്ചിട്ടേ ഉള്ളൂ. എനിക്ക് ചിരി മാത്രം, ഇത്രയും കാലം ജീവിച്ചിട്ടും ഞാൻ ചിരിച്ചിട്ട് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് കൈപ്പൊക്കിക്കേ. ആരുമില്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഒത്തിരിയൊന്നും നമ്മൾ ഈ സഹനത്തെക്കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉണ്ടോ? ഇന്നതാണ് സഹനം എന്നൊന്നും പറയേണ്ട ഒരു കാര്യവും ഇല്ല. നമ്മളതെല്ലാം ഇങ്ങനെ നിരന്തരം മിഠായി വായിൽ കിടക്കുന്നത് പോലെയാണ്, അല്ലേ? എല്ലാവരുടെയും വായിലൊരു മിഠായി ഉണ്ട്. എല്ലാവരുടെയും വായിലൊരു മിഠായി ഉണ്ട്. ഈ മിഠായി എന്ത് ചെയ്യുക? ഞൊടഞ്ഞിറക്കുക. അതെപ്പോഴും ഇങ്ങനെ ഞൊടഞ്ഞുകൊണ്ടിരിക്കുക. അതെപ്പോഴും ഇങ്ങനെ അതിൻ്റെ മാധുര്യം അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ആ മാധുര്യം നമ്മളിങ്ങനെ അനുഭവിച്ച് രുചിച്ച് ആസ്വദിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. മുട്ടായി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആരാ? മുട്ടായി ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ആർക്കാ? കുഞ്ഞുങ്ങൾക്കാണ്. അവർക്ക് എത്ര മുട്ടായി കൊടുത്താലും അവർ പെട്ടെന്ന് തിന്ന് തീർക്കും. നമുക്കത്ര ഇഷ്ടമില്ലാഴികയില്ല, ഇഷ്ടമാണ്. പക്ഷേ ഇത്രയും വേണ്ട എന്ന് നമുക്ക് തോന്നുന്നത് കൊണ്ട് നമ്മളതിന് ഒരു പരിധി വെക്കുന്നു.
അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ നമ്മൾ ജീവിതത്തിൽ എന്ത് ചെയ്താലും നമുക്കതിനൊരു ചോദ്യമുണ്ട്. എന്തിനാ ഞാനിത് ചെയ്യുന്നത്? ഹല്ലേലൂയ. ഇതെന്തിനാ ഞാനിത് ചെയ്യുന്നത്? എന്തിനാ ഞാനിങ്ങനെ ആയിരിക്കുന്നത്? എന്തിനാ ഞാനിങ്ങനെ ദൈവകരുണയുടെ ശുശ്രൂഷയ്ക്ക് പോകുന്നത്? എന്തിനാ ഞാൻ പള്ളിയിൽ പോകുന്നത്? എന്തിനാ ഞാൻ പ്രാർത്ഥിക്കുന്നത്? എന്തിനാ ഞാൻ കൊന്തയില്ലുന്നത്? ഇതിനെല്ലാം നമുക്കൊരു ഉത്തരമുണ്ട്. ഇതുപോലെ നമുക്ക് കിട്ടേണ്ട ഒരു ഉത്തരമാണ്, എന്തിനാ ഞാൻ എപ്പോഴും ഈ മിഠായി ഇങ്ങനെ തിന്നുകൊണ്ട് നടക്കുന്നത്? ഏത് മിഠായി? സഹനമാകുന്ന മിഠായി. ഈ സഹനമാകുന്ന മിഠായി എപ്പോഴും ഞാനിങ്ങനെ തിന്നുകൊണ്ട് നടക്കുന്ന എന്തിനാ? എപ്പോഴും ഞാനിങ്ങനെ ഞൊഴഞ്ഞോണ്ട് നടക്കുന്ന എന്തിനാ? എന്തിനാ? നമുക്ക് ഡോക്ടർമാർ ഗുളിക തരുമ്പോൾ അവർ പറയുന്നത് എന്താ? ഗുളിക ഞൊടഞ്ഞു കഴിക്കാൻ പറയുമോ? ഇല്ല. എങ്ങനെ കഴിക്കാനാ പറയുന്നത്? ആ ഗുളിക വായിലോട്ടിട്ടിട്ട് നമ്മൾ വെള്ളം ഒഴിക്കും. അതിൻ്റെ രുചിയോ മണമോ എന്താണെന്ന് തിരിച്ചറിയുന്നതിന് മുൻപ് അത് എത്തേണ്ട അടുത്ത് എത്തണം, അല്ലേ? അങ്ങനെയാണ് നമ്മളത് കഴിക്കുന്നത്. കാരണം അതിന് കയ്പായിരിക്കും. അത് നമുക്ക് ഞൊടഞ്ഞു കഴിക്കാൻ പറഞ്ഞാൽ അത് എത്തേണ്ട അടുത്ത് എത്തിയല്ല, അതിന് മുമ്പ് നമ്മളത് തുപ്പിക്കളയും. ഈ മരുന്ന് തുപ്പിക്കളയുന്നത് പോലെയല്ലേ നമ്മുടെ ജീവിതത്തിൽ സഹനത്തെ നമ്മൾ ശരിക്കും നുണയുകയാണെങ്കിൽ, ശരിക്കും അത് ആസ്വദിക്കുകയാണെങ്കിൽ, ശരിക്കും നമ്മളത് വെള്ളം ഒഴിച്ച് വിഴുങ്ങുന്ന ഒരവസ്ഥ വിട്ടിട്ട് അതിൻ്റെ ആ മനോഹാരിത അനുഭവിച്ച് അങ്ങോട്ട് ഇറക്കുവാണെങ്കിൽ ചിലപ്പോൾ എങ്കിലുമൊക്കെ നമ്മളത് എന്തു ചെയ്യും? ഇത് ഇറക്കാൻ പറ്റാത്ത വിധത്തിലുള്ള കയ്പാണ് എന്ന് പറഞ്ഞ് നമ്മൾ ചിലപ്പോൾ അത് തുപ്പിക്കളയും. പെട്ടെന്ന് തന്നെ നമ്മൾ തുപ്പിക്കളയും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ സഹനത്തെ രുചിച്ച വിശുദ്ധാത്മാക്കളും രക്തസാക്ഷികളുമൊക്കെ നമ്മളോട് പറയുന്നത് സഹനത്തെ ഒരു മിഠായി എന്നതുപോലെ നുണയാനാണ്, അത് ആസ്വദിച്ച് കഴിക്കാനാണ് പറയുന്നത്. ഹല്ലേലൂയ. അത് ആസ്വദിച്ച് കഴിക്കുക. ഈ ആസ്വദിച്ച് കഴിക്കണമെങ്കിൽ, അതുകൊണ്ടാണ് വിശുദ്ധ അൽഫോൻസാമയും എല്ലാ വിശുദ്ധരുടെയും ജീവിതങ്ങളിൽ അങ്ങനെയാണ്. അവരൊക്കെ ഈ സഹനത്തെ ശരിക്കും ആസ്വദിച്ചവരാ. സഹനത്തെ ആസ്വദിച്ചവർക്കൊക്കെയാണ് വിശുദ്ധരാകാനായിട്ട് സാധിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അപ്പം നമുക്ക് സഹനത്തെ ആസ്വദിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, സഹനത്തെ ആസ്വദിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഇന്ന് ചോദിക്കേണ്ട കൃപ എന്താണ്? വിശുദ്ധ അൽഫോൻസാമയോട് ഇന്ന് പോലും ഒരു കൃപ പോലും ചോദിക്കാത്തവരുണ്ട്. ഇന്ന് പോലും അൽഫോൻസാമയുടെ തിരുനാളിൻ്റെ ദിവസം പോലും വിശുദ്ധ അൽഫോൻസാമയോട് ഒരു കൃപയും ചോദിക്കാത്തവരുണ്ട്. ചോദിക്കുന്നത് എന്താ? എൻ്റെ മോൻ്റെ കല്യാണം നടക്കണം, വീട് പണി തീരണം, പിന്നെ എന്താ ചോദിക്കുന്നത്? കൊച്ചിനെ ഇസ്രായേലിന് വിടണം, പിന്നെ എന്താ ചോദിക്കേണ്ടത്? കടം വീടണം. ഇങ്ങനെ ഒരുപാട് ഭൗതികമായ കാര്യങ്ങളാണ് നമ്മൾ ചോദിക്കുന്നത്. അല്ല, ഇന്ന് അതെല്ലാം വിട്ടിട്ട് വിശുദ്ധ അൽഫോൻസാമയോട് ചോദിച്ചേ, എനിക്ക് അങ്ങ് ആസ്വദിച്ചതുപോലെ. വിശുദ്ധ അൽഫോൻസാമ എന്നും സഹനത്തിൻ്റെ ഒരു പുത്രിയായിരുന്നു. സഭ അങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ അൽഫോൻസാമയുടെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അങ്ങനെയാണ്. ഏറ്റവും കൂടുതൽ സഹനത്തിലൂടെ കടന്നുപോയൊരു വിശുദ്ധയാണെന്നൊക്കെ നമുക്ക് തോന്നും, അല്ലേ? അപ്പോൾ ആ സഹനത്തെ ആസ്വദിച്ചനുഭവിച്ച ആ അമ്മയ്ക്ക് സഹനത്തെ ആസ്വദിച്ചനുഭവിച്ച് വിശുദ്ധരായി മാറാനുള്ള കൃപയിലേക്ക് വളർത്താനായിട്ട് സാധിക്കും. വലത്തേറുമീർത്തി ആമേൻ ഹല്ലേലൂയ. സ്വരമീർത്തി ആമേൻ ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ സഹനം ആസ്വദിച്ചനുഭവിക്കുന്ന ഒരനുഭവം എന്ന് പറയുന്നത് എന്താണ്? അതാണ് സത്യത്തിൽ നമ്മൾ സംഭവിക്കേണ്ടത്. അതിലെന്താണെന്ന് ചോദിച്ചാൽ അത് ദൈവത്തെ കണ്ടെത്തലാണ്. ഹല്ലേലൂയ. സഹനം ആസ്വദിച്ചനുഭവിക്കുകയാണെന്ന് പറഞ്ഞാൽ ഈ സഹനത്തിൻ്റെ നിമിഷങ്ങളിൽ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആ മുഖം കാണുക. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മുഖം കാണുമ്പോൾ ഞാൻ വിസ്മരിച്ചു പോകുവാണ്. എന്ത് വിസ്മരിച്ചു പോകുവാണ്? എൻ്റെ വേദനകൾ, എൻ്റെ നൊമ്പരങ്ങൾ, എൻ്റെ സങ്കടങ്ങൾ എല്ലാം ഞാൻ വിസ്മരിക്കുവാണ്. പിന്നെ എന്താണ് ഞാൻ ഓർമ്മിക്കുന്നത്? എന്താണ് ഞാൻ പിന്നെ ഓർമ്മിക്കുന്നത്? എൻ്റെ ദൈവത്തിൻ്റെ ആ മുഖമാണ്
മുഖമാണ് എൻ്റെ മനസ്സിൽ തെളിയുന്നത്, എൻ്റെ ഹൃദയത്തിൽ തെളിയുന്നത്. എൻ്റെ സഹനമല്ല, എൻ്റെ വേദനയല്ല, എൻ്റെ നൊമ്പരമല്ല എൻ്റെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നത്. പിന്നെ എന്താണ് എൻ്റെ ഓർമ്മയിലുള്ളത്? എന്താണ് എൻ്റെ ഓർമ്മയിലുള്ളത്? ആ മുഖമാണ്, ദൈവത്തിൻ്റെ മുഖമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ 34-ാമത്തെ വചനം ഇങ്ങനെയാണ്: എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ ഉപേക്ഷിച്ചത് എന്തുകൊണ്ട്? അല്ലേ? ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് പറയുന്ന വാക്യങ്ങളാണിത്. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ ഉപേക്ഷിച്ചത് എന്തുകൊണ്ട്? അപ്പോൾ പ്രിയപ്പെട്ടവരെ, ആ വലിയ തീവ്രമായ വേദനയിലൂടെ ഈശോ കടന്നുപോയിട്ട് ദൈവം പോലും എന്നെ ഉപേക്ഷിച്ചെന്ന് തോന്നുന്ന അനുഭവത്തിലൂടെ ഈശോ കടന്നു പോകുമ്പോൾ ഈശോ കണ്ടത് ആരുടെ മുഖമാണ്? ഈ പിതാവിൻ്റെ മുഖമാണ്. പിതാവിൻ്റെ മുഖമാണ്. സങ്കീർത്തനം 16:8, സങ്കീർത്തനം 16:8 പറയാണ്: കർത്താവ് എപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട്. ആമേൻ, ഹല്ലേലൂയ. അവിടുന്ന് എൻ്റെ വലത്തു ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല എന്ന് പറഞ്ഞേ. ആ വചനം എന്ന് പറഞ്ഞേ: കർത്താവ് എപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട്, അവിടുന്ന് എൻ്റെ വലത്തു ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. അൽഫോൻസാമ വേദനകളെ, നൊമ്പരങ്ങളെ, സങ്കടങ്ങളെ ആസ്വദിച്ച് അനുഭവിക്കുമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് തന്നെയാണ് സംഭവം. കർത്താവിനെ എപ്പോഴും കൺമുൻപിൽ കണ്ടുകൊണ്ടിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിനെ എപ്പോഴും കൺമുൻപിൽ കണ്ടു, കർത്താവിൻ്റെ സാന്നിധ്യം എപ്പോഴും ഇങ്ങനെ അനുഭവിച്ചു കൊണ്ടിരുന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചില്ല? അവൾ കുലുങ്ങിയില്ല. ഒരു വേദനയും ഒരു വിഷമവും അവളെ കുലുക്കിയില്ല. വലത്തുകരമുയർത്തി ആമേൻ ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിലെ വേദനകൾ വരുമ്പം നമുക്കൊരൊറ്റ ക്വസ്റ്റ്യനാണ് ഉള്ളത്, ഒറ്റ ക്വസ്റ്റ്യനാണ് ഉള്ളത്: ഇതെന്തിനാ? അല്ലേ? സഹനം എന്തിനാ? വേദന എന്തിനാ? അപ്പം നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വരേണ്ട ഒരു ഉത്തരം എന്താണെന്ന് ചോദിച്ചാൽ ഈ സങ്കീർത്തനം 16:8. എന്താണത്? കർത്താവ് എൻ്റെ കൺമുൻപിലുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മുഖം ദർശിക്കുന്ന സമയമാണ് എനിക്ക് ഈ നൊമ്പരത്തിൻ്റെ നിമിഷം, എനിക്ക് ഈ വേദനയുടെ നിമിഷം. ദൈവത്തെ കാണാൻ ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ കൈവയ്ക്കുകയെ? ആരുമില്ല. ദൈവത്തെ കാണാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ കൈവയ്ക്കുകയെ? കണ്ടോ? അപ്പം ദൈവത്തെ കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ദൈവം ഈ സഹന അനുഭവം തരുന്നത്. ആ സഹന അനുഭവത്തെ ഒരു മിഠായി എന്നതുപോലെ, ഒരു ഐസ്ക്രീം എന്നതുപോലെ ആസ്വദിച്ച് അനുഭവിക്കുകയാണെങ്കിൽ എനിക്കെൻ്റെ തമ്പുരാൻ്റെ മുഖം ദർശിക്കാനായിട്ട് സാധിക്കും. ആമേൻ, ഹല്ലേലൂയ. വലത്തുവശത്ത് നിൽക്കുന്ന ദൈവത്തിൻ്റെ ശക്തമായ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് എനിക്ക് സാധിക്കും. അപ്പം ദൈവത്തിൻ്റെ മുഖദർശനം തേടാത്തവർക്കാണ്, ദൈവത്തിൻ്റെ മുഖദർശനം കിട്ടാത്തവർക്കാണ് സഹനങ്ങളുടെ മുൻപിൽ പതറിപ്പോകുന്നത്. ഹല്ലേലൂയ, 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 ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒന്നാമതായിട്ട് സിസ്റ്റർ പറഞ്ഞതാണ്, സഹനമില്ലെങ്കിൽ ഒരിക്കലും ഒരിക്കലും എനിക്ക് എൻ്റെ ദൈവത്തിൻ്റെ മുഖം കാണാൻ സാധിക്കുകയില്ല. ആമേൻ, ഹല്ലേലൂയ. സഹനം ഉണ്ടെങ്കിൽ അത് ആസ്വദിച്ച് അനുഭവിക്കുന്ന ഒരു അനുഭവത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ദൈവത്തിൻ്റെ മുഖം കാണാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. ഇപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുവാന്ന് കൂട്ടിക്കോ, ദൈവത്തെ കണ്ടിട്ടുള്ളവർ കൈവെക്കാൻ പറഞ്ഞാൽ ആരെങ്കിലും കൈവെക്കുമോ? ആരെങ്കിലും കൈവെക്കുമോ? അല്ലേ? നമ്മൾ ദൈവത്തെ കണ്ടിട്ടുണ്ട്, ദൈവത്തിൻ്റെ സ്വരവും കേൾക്കാം. ഹല്ലേലൂയ. രണ്ടാമതായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ഈ പരീക്ഷയ്ക്കൊക്കെ ഒരുങ്ങുമ്പോൾ, പരീക്ഷ എഴുതാൻ ഒരുങ്ങിയിട്ടുള്ളൊരു കൈവയ്ക്കുകയെ, ആദ്യമേ പഠിച്ച് നമ്മുടെ ഇയറിൻ്റെ ആദ്യ ഭാഗം, ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ പുസ്തകം മുഴുവൻ പഠിക്കും, അല്ലേ? ഓരോ അധ്യായം പഠിക്കും, ഓരോ പാരഗ്രാഫും വായിച്ച് പഠിക്കും. അവസാനം പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പ് പഠിക്കുമ്പോഴോ, പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പ് പഠിക്കുമ്പോഴോ അധ്യായം ഏതാണെന്ന് അറിയത്തില്ല, പുസ്തകം ഏതാണെന്ന് അറിയത്തില്ല. പിന്നെ നമ്മൾ അടിവരെ ഇട്ടിരിക്കുന്ന ലൈനുകൾ മാത്രം ശ്രദ്ധിക്കും. അവിടെയുണ്ട് പരീക്ഷയ്ക്കുള്ള
ക്വസ്റ്റ്യൻ. എവിടെയാണ് എനിക്ക് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ എന്നുള്ളത് എനിക്കറിയാം. ഞാൻ അത്രത്തോളം ആ പുസ്തകത്തെ ഞാൻ പരിചയപ്പെട്ടു കഴിഞ്ഞു. ഹല്ലേലൂയ. അപ്പം ഈ സഹനമാകുന്ന ജീവിതത്തിൻ്റെ സഹനമാകുന്ന പുസ്തകത്തിൽ ഞാൻ മുഴുവൻ വായിക്കേണ്ട, ജീവിതത്തിൻ്റെ സഹനമാകുന്ന പുസ്തകം വായിച്ച് കടന്നു പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, ചില ലൈനുകളിലൊക്കെ ഞാനിങ്ങനെ അടിവരയിടണം. റെഡ് പെന്നിന് ഞാൻ അടിവരയിടണം. ഹല്ലേലൂയ. അങ്ങനെ റെഡ് പെന്നിന് ഞാൻ അടിവരയിട്ടേണ്ട ഒരു കാര്യമാണ് സിസ്റ്റർ പറഞ്ഞത്. ഒന്നാമത് പറഞ്ഞത്, എനിക്ക് ഈ സഹനം എന്ന് പറയുന്നത് അത് ഒരു ഗുളിക കഴിച്ചിറക്കുന്നത് പോലെ വെള്ളം കുടിച്ച് ഇറക്കി വിടുന്ന ഒരു അനുഭവമല്ല, മറിച്ച് ഒരു മിഠായി എന്നതുപോലെ അതെൻ്റെ വായിലിട്ട് ഞുണഞ്ഞ് അനുഭവിക്കുന്ന ഒരു അനുഭവമായി അത് മാറണം. അങ്ങനെ അനുഭവിച്ചവരാണ് ഇന്ന് അൾത്താരയിൽ വണങ്ങുന്ന വിശുദ്ധരെന്ന്. രണ്ടാമതായിട്ട് സിസ്റ്റർ പറഞ്ഞത്, അങ്ങനെ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് സ്വർഗം തരുന്ന ഒരു അനുഗ്രഹമുണ്ടെന്നാണ് പറഞ്ഞത്. ആ അനുഗ്രഹം എന്താണെന്നാണ് പറഞ്ഞത്? ദൈവത്തെ കാണാനുള്ള കൃപ ആ വ്യക്തിക്ക് കിട്ടും. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ദൈവത്തെ കാണാൻ, ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാനുള്ളൊരു കൃപ നമുക്ക് കിട്ടും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സങ്കീർത്തകൻ പറഞ്ഞത്, സങ്കീർത്തകൻ എന്താ പറഞ്ഞത്? കർത്താവ് എപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട്, അവിടുന്ന് എൻ്റെ വലത്ത് ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. എവിടെ നിന്നൊക്കെ എന്തൊക്കെ എങ്ങനെയൊക്കെ പേമാരി തിരമാലകളും കൊടുങ്കാറ്റും ഒക്കെ വന്നാലും ഞാൻ കുലുങ്ങുകയില്ല. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അങ്ങനെയാണ് മൂന്നാമതൊരു കാര്യത്തിൽ നമുക്ക് അടിവരയിടാം. പുസ്തകം മുഴുവൻ വായിക്കേണ്ട, പുസ്തകത്തിൽ പരീക്ഷയ്ക്ക് വരുന്ന ഭാഗത്ത് മാത്രം നമുക്ക് അടിവരയിടാം. അതെന്താണെന്നറിയാവോ? കേൾക്കാവോ? അതെന്താണെന്ന് ചോദിച്ചാൽ, സഹനം രക്ഷകനെ കണ്ടെത്താനുള്ള വഴിയാണ്. പറഞ്ഞേ, സഹനം രക്ഷകനെ കണ്ടെത്താനുള്ള വഴിയാണ്. സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വലിയ അനുഗ്രഹം വർഷിക്കുക. ആരാധന, 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 ഹല്ലേലൂയ. അപ്പൊ പ്രിയപ്പെട്ടവരെ, സഹനത്തിന്റെ വഴിയിലൂടെ അല്ലാതെ ആർക്കും ആരെ കണ്ടെത്താൻ പറ്റിയല്ല? ദൈവത്തെ കണ്ടെത്താനായിട്ട് പറ്റിയല്ല. ദൈവത്തിലേക്ക് ഒരൊറ്റ വഴിയേ ഉള്ളൂ. അതേത് വഴിയാ? സഹനത്തിന്റെ വഴി. അത് വേദനയുടെ വഴിയാണ്, നൊമ്പരത്തിന്റെ വഴിയാണ്. സുഖത്തിന്റെയും സമൃദ്ധിയുടെയും വഴി എങ്ങോട്ടുള്ള വഴിയാണ്? നരകത്തിലേക്ക്, നിത്യ പാതാളത്തിലേക്കുള്ള വഴിയാണ്. നമ്മൾ യാത്രയൊക്കെ ചെയ്യുമ്പോൾ വഴി നിശ്ചയമില്ലെങ്കിൽ വഴി ചോദിക്കും. വഴി ചോദിക്കുമ്പോൾ നമ്മളോട് പറയും, നല്ല സുഹൃത്തുക്കളാണെ പറഞ്ഞു തരും, അതാണ് വഴി, അതിൽ പോകണം പറയും. നമ്മളെ ഒരു പാഠം പഠിപ്പിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നവരാണെങ്കിൽ നമുക്ക് വഴി പറഞ്ഞു തരും. ഗൂഗിൾ അമ്മ പോലും ചിലപ്പോൾ നമ്മളെ വഴി തെറ്റിക്കും, വേറെ വഴി പറഞ്ഞു തരും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ സ്വർഗത്തിലെത്തിയവർ അങ്ങനെ കൂട്ടരുണ്ടോ? അങ്ങനെ ഒരു കൂട്ടരുണ്ടോ? അവരെയാണ് നമ്മൾ വിശുദ്ധരെന്ന് പറയുന്നത്. അതിലെ ഒരു വിശുദ്ധയാണ് നമ്മളിന്ന് പ്രത്യേകം ഓർക്കുന്നത്, വിശുദ്ധ അൽഫോൻസാമേനെ. അപ്പോൾ വിശുദ്ധ അൽഫോൻസാമയോട് നീ എങ്ങനെയാ സ്വർഗത്തിലെത്തിയതെന്ന് ചോദിച്ചേ. നീ എങ്ങനെയാ സ്വർഗത്തിലെത്തിയത്? നീ പോയ വഴി ഏതാ? നമുക്ക് യു ടേൺ എടുക്കാൻ സമയമായെങ്കിൽ എടുക്കണ്ടേ? യു ടേൺ എടുക്കാൻ ഗൂഗിൾ മാപ്പ് നമ്മളോട് ആവർത്തിച്ച് പറയുമ്പോഴും യു ടേൺ എടുക്കാതെ പോയാൽ എന്തു ചെയ്യും? ഏതെങ്കിലും വലിയൊരു കുഴി ചെന്ന് പെടും. വഴിയില്ലാത്തടത്ത് നമ്മൾ ചെന്ന് പെടും. അപ്പം ഈ സ്വർഗത്തിലെത്തിയവരോടാണ്, ഇപ്പം എന്നോട് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റിയല്ല, ഞാൻ സ്വർഗത്തിലെത്തിയിട്ടില്ല. അപ്പം സ്വർഗത്തിലെത്തിയവരോടാണ് നമ്മൾ ചോദിക്കേണ്ടത്, നിങ്ങൾ പോയ വഴി ഏതാ? നിങ്ങൾ എങ്ങനെയാണ് അവിടെ എത്തിയത്? ആ വഴിയൊന്ന് ശരിക്കും പറഞ്ഞു തരാമോ? എന്തായിരിക്കും പറഞ്ഞു തരുന്നത്? വേറെ മറ്റൊന്നുമല്ല, ഇതാണ് ഈ സഹനത്തിൻ്റെ വഴിയിലൂടെ. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അപ്പോഴും പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിൽ തോന്നും, ഈ വിശുദ്ധരാകാൻ മാത്രമുള്ള സഹനം എന്നൊക്കെ പറയുന്നത് അത് വലിയ കാര്യങ്ങളല്ലേ, വലിയ സഹനങ്ങളല്ലേ, അതുമല്ലോ നമുക്കുണ്ടോ? നമുക്കുള്ളത് ചെറുതൊക്കെയല്ലേ. അപ്പോൾ ഈ ചെറുതിനെ നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കും. വിശുദ്ധ അൽഫോൻസാമയുടെയും വിശുദ്ധ കൊച്ചുത്രേസ്യയുടെയും ഒക്കെ ജീവിതത്തിലെ സഹനങ്ങളെന്ന് പറയുന്നത്
അവർ കുഞ്ഞു സഹനങ്ങൾ പോലും അവർ സന്തോഷത്തോടെ സ്വീകരിച്ചു എന്നുള്ളതാണ്. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. വിശുദ്ധ അമ്മ തെരേസ്യ പറയുന്നുണ്ട്, സഹിക്കാത്ത ഒരു ദിവസം, ഒരു വേദനയും ഉണ്ടാകാത്ത ഒരു ദിവസത്തെക്കുറിച്ച് വിശുദ്ധ അമ്മ തെരേസ്യ പറയുന്നത് നഷ്ടപ്പെട്ടു പോയ ദിവസം എന്നാണ് പറയുന്നത്. ഒന്നും നേടാൻ പറ്റാത്ത ദിവസം, ഒന്നും സമ്പാദിക്കാൻ പറ്റാതെ പോയ ദിവസമാണ് ഏത് ദിവസം? ഒരു സഹനവും കിട്ടാതെ പോയ ദിവസം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശുദ്ധർ നമുക്ക് വഴി പറഞ്ഞു തരുക. യു ടേൺ എടുക്കണമെന്ന് തോന്നുന്നവരെന്ന് കൈവക്കിക്ക്. ഒന്ന് യു ടേൺ എടുത്താലേ ശരിയാവുള്ളെന്ന് തോന്നുന്നവർ. അപ്പോൾ അവർ വഴി നമുക്ക് പറഞ്ഞു തരുക. അത് സഹനത്തിൻ്റെ വഴിയാണ്. ആ സഹനത്തിൻ്റെ വഴിയിലൂടെ പോകുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും ആ വഴിയിൽ ആരുണ്ട്? നമ്മൾ അന്വേഷിക്കുന്ന വ്യക്തിയുണ്ട്. അതാരാ? ഈശോ. അത് ഈശോയാ. നമുക്ക് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവത്തെയാണോ ഇഷ്ടം? സഹിക്കുന്ന ദൈവത്തെയാണോ ഇഷ്ടം? മിണ്ടുന്നില്ല, എല്ലാവരും ഒരു ചിരിയിൽ ഒതുക്കുക. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവത്തെയാണോ ഇഷ്ടം? സഹിക്കുന്ന ദൈവത്തെയാണോ ഇഷ്ടം? ശരിക്കും നമ്മൾ ആത്മാർത്ഥമായിട്ട് പറയുവാണെങ്കിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവത്തെയാണ് നമുക്കിഷ്ടം, സഹിക്കുന്ന ദൈവത്തെയല്ല. പക്ഷേ ഈ സഹിക്കുന്ന ദൈവത്തെ സ്നേഹിച്ച് ഇത് ആഘോഷിക്കുന്നുണ്ട് എല്ലാ ദിവസവും നമ്മുടെ ജീവിതത്തിൽ. സഹിക്കുന്ന ദൈവം, സഹനം എപ്പോഴെങ്കിലും ആഘോഷിക്കാറുണ്ടോ? സന്തോഷമല്ലേ നമ്മൾ ആഘോഷിക്കുന്നത്? ഒരു ആദുർബാനം വന്നു, ഒരു മാമോദീസ വന്നു, ഒരു വിവാഹ വാർഷികം വന്നു, ഒരു ജൂബിലി വന്നു, അതൊക്കെ നമുക്ക് സന്തോഷമായതുകൊണ്ട് നമ്മളത് ആഘോഷിക്കും. പക്ഷെ നമ്മുടെ ജീവിതത്തിലെ ഏത് സന്തോഷവും നമ്മൾ ആഘോഷിക്കുന്നത് എന്ത് ചെയ്താ? കർത്താവിൻ്റെ സഹനത്തെ ആഘോഷിച്ചുകൊണ്ടാണ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ സഹനത്തെ ആഘോഷിക്കുന്നത് എപ്പോഴാണ്? വിശുദ്ധ കുർബാനയാണ്. വിശുദ്ധ കുർബാനയാണ് നമ്മളെന്നും ആഘോഷിച്ച് വിരുന്നുണ്ണുക. ആരാ വിരുന്ന്? വിരുന്നും വിരുന്നുകാരനും ആരാ? ഈശോ തന്നെയാണ്. അപ്പോൾ വിശുദ്ധ കുർബാന ഈശോയുടെ സഹനത്തെ ആഘോഷിച്ച് അനുഭവിക്കുന്ന നമുക്ക് ജീവിതത്തിൽ നമ്മുടെ സഹനത്തെയും ആഘോഷിച്ച് അനുഭവിക്കാനായിട്ടൊന്ന് സാധിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് സിസ്റ്റർ ആദ്യം പറഞ്ഞത് അത് അനുഭവിച്ച് ആസ്വദിക്കുന്ന ഒരു അനുഭവമാണ്. അതിനാ സിസ്റ്റർ പറഞ്ഞത് ഒരു മിഠായി വായി കിടക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു അനുഭവം അല്ലേ, അതുപോലെ എപ്പോഴും സഹനത്തിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ഒരനുഭവം അതങ്ങ് ആഘോഷിക്കുവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിട്ട് നമ്മൾ ഓടി പോകുക. എങ്ങോട്ടാ പോകുന്നത്? വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ഈശോയുടെ കാൽവരിയിലാണ് നമ്മളുള്ളത്. പിന്നെ അവിടുന്ന് പോകുന്ന എങ്ങോട്ടാ? എൻ്റെ കാൽവരിയിലേക്ക് ഞാൻ പോകുക. എൻ്റെ കാൽവരി യാത്ര ഞാൻ അവിടെ തുടരുക. മറ്റേത് കാൽവരിയിൽ വിശുദ്ധ കുർബാനയുടെ സമയത്ത് ഈശോയുടെ കാൽവരിയിലൂടെ പോയി, ഈശോയുടെ ഗെത്സമനിയിൽ നിന്നു, ഈശോയുടെ കുരിശുമരണം ഞാൻ കണ്ടു. പക്ഷേ അവിടുന്ന് ഇറങ്ങിയിട്ട് ഞാൻ ആഘോഷിക്കുന്നത്, ഞാൻ നടക്കുന്നത് എൻ്റെ ഗെത്സമനിയിലേക്കാണ്, എൻ്റെ കാൽവരിയിലേക്കാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റതെല്ലാം നോക്കി നിന്നതേ ഉള്ളൂ. ഈശോ കുരിശിൽ കിടക്കുന്നതും, ഈശോ അനുഭവിക്കുന്ന സഹനങ്ങളും, ഈശോ അനുഭവിക്കുന്ന വേദനകളും. പക്ഷേ ഈ ഈശോയുടെ കുരിശിനെ ആഘോഷിക്കുന്ന ഞാനും തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിലെ കുരിശിനെ, എൻ്റെ ജീവിതത്തിലെ സഹനങ്ങളെ ഞാനും ആസ്വദിച്ചനുഭവിക്കണം. ഹല്ലേലൂയ. അതാണ് ഈശോ നമുക്ക് തരുന്ന സന്ദേശം. വിശുദ്ധ അൽഫോൻസാമയിലൂടെ നമുക്ക് തരുന്ന സന്ദേശം അതാണ്. അപ്പം പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ ശരിക്കുള്ള അർത്ഥം എന്ന് പറഞ്ഞാൽ, സഹനം എന്ന് പറഞ്ഞാൽ അത് ഒരൊറ്റ വാക്കിലാണ്, രക്ഷ. സഹനം അത് രക്ഷയാണ്. ഹല്ലേലൂയ. അപ്പം നിത്യജീവൻ പ്രാപിക്കണം, എനിക്ക് രക്ഷപ്പെടണം എന്ന് മനസ്സിൽ എപ്പോഴെങ്കിലും ഒരു ആഗ്രഹമുള്ളവരുണ്ടായിട്ടുള്ളവർ കൈവക്കിക്ക്. എപ്പോഴെങ്കിലും എനിക്ക് രക്ഷപ്പെടണം, ആ വാക്ക് നമ്മൾ പറയാറുണ്ട്. പക്ഷേ അതിൻ്റെ അർത്ഥം പലപ്പോഴും വന്ന് നിൽക്കുന്നത് എവിടെയാണ്? എനിക്ക് രക്ഷപ്പെടണമെന്ന് പറയുമ്പോൾ എനിക്ക് പഠിച്ച കോഴ്സിൽ നിന്ന് പാസ്സാകണം, അല്ലെങ്കിൽ എനിക്ക് സാമ്പത്തികമായിട്ട് രക്ഷപ്പെടണം, കടബാധ്യതകളിൽ നിന്ന് രക്ഷപ്പെടണം, അല്ലെങ്കിൽ എന്താണ് മറ്റ് ചില പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടണം.
കുറേ നാളായിട്ട് ഒരു വലിയ കേസിൽ കുടുങ്ങി കിടക്കുന്ന ഒരു വ്യക്തി എന്നോട് പറഞ്ഞു, എങ്ങനെയെങ്കിലും ജീവിതത്തിൽ ഈ കേസെല്ലാം ഒന്ന് തീർത്തിട്ട്, ഈ കോടതിയും ഒക്കെ കയറി ഇറങ്ങി ഞാൻ മടുത്തു, ഇതെല്ലാം ഒന്ന് തീർത്തിട്ട് ഇതിൽ നിന്നെല്ലാം ഒന്ന് രക്ഷപ്പെടണം. അപ്പം രക്ഷപ്പെടുക എന്ന് പറയുമ്പോൾ ആ വാക്കിന് നമ്മൾ താൽക്കാലികമായിട്ടുള്ള ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ട രക്ഷപ്പെടേണ്ട പല കാര്യങ്ങളെക്കുറിച്ചുമുള്ള ചിന്തകളിലേക്കാണ് ഈ രക്ഷ എന്ന വാക്ക് എത്തി നിൽക്കുന്നത്. പക്ഷേ ഇവിടെ അതല്ല അർത്ഥമാക്കുന്നത്. പിന്നെന്താ അർത്ഥമാക്കുന്നത്? നമ്മുടെ നിത്യമായ രക്ഷയാണ്. നിത്യമായ രക്ഷ ലക്ഷ്യമാക്കി അത് ജീവിതത്തിൻ്റെ ഒരേ ഒരു ആഗ്രഹവും ഒരേ ഒരു പ്രാർത്ഥനയുമായിട്ട് മാറുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ലോകത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. നമ്മൾ വഴി മാറി നടക്കണം. ഹല്ലേലൂയ. നമ്മൾ വഴി മാറി പോകണം. എല്ലാവരും പോകുന്ന വഴിക്കൂടെ നമുക്ക് പോകാനായിട്ട് സാധിക്കുകയില്ല. പ്രാർത്ഥനയില്ലാതെ, ഉപവാസമില്ലാതെ, നമ്മുടെ ജഡത്തെയും അതിൻ്റെ ആസക്തികളെയും നിയന്ത്രിക്കാതെ നമുക്കൊരിക്കലും രക്ഷയില്ല. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞു ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ സ്വർഗരാജ്യത്തിലേക്കുള്ള നമ്മുടെ വഴി, ദൈവത്തെ കണ്ടുമുട്ടാനുള്ള നമ്മുടെ യാത്ര, ദൈവത്തെ കണ്ടുമുട്ടുന്ന അനുഭവം എന്നൊക്കെ പറയുന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായ വ്യക്തമായ ഒരു ബോധ്യമുള്ളിലുണ്ടാകണം. എനിക്കിവിടുന്ന് തിരുവനന്തപുരം വരെ പോകണമെങ്കിൽ ഞാൻ പോകേണ്ട വഴികളെക്കുറിച്ച് എനിക്കൊരു വ്യക്തത വരണം. എനിക്കിവിടുന്ന് ബാംഗ്ലൂർ വരെ പോകണമെങ്കിൽ ഞാൻ പോകേണ്ട വഴികളെക്കുറിച്ച് എനിക്കൊരു വ്യക്തത വരണം. ഇതുപോലെ ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ദൈവത്തിലേക്ക് തന്നെയാണോ? ദൈവത്തിലേക്ക് തന്നെയാണെങ്കിൽ ഞാൻ പോകുന്ന വഴി വളരെ ക്ലിയർ ആണെന്ന് വ്യക്തമാകണം എനിക്ക്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ രക്ഷയെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് വളരെ വ്യക്തമായൊരു കാഴ്ചപ്പാട് അത് നമുക്ക് വേണം. രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിത്യജീവനെ കൊതിക്കുന്നുണ്ടെങ്കിൽ, ഈ നിത്യജീവനെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് വേറെ ഒരൊറ്റ വഴിയുമില്ല. ഈ ലോകത്തിൻ്റെ വഴി ആ വഴിയല്ല, ക്രിസ്തുവിൻ്റെ വഴി, യേശു ക്രിസ്തുവിൻ്റെ വഴി, അത് സഹനത്തിൻ്റെ വഴിയാണ്. ഹല്ലേലൂയ. എന്തിനാണ് സഹനത്തിൻ്റെ വഴിയെന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ, രക്ഷ പ്രാപിക്കാൻ. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അപ്പൊ സഹനത്തിന്റെ മാർഗം തിരഞ്ഞെടുക്കാത്തവർക്കൊരിക്കലും എത്തേണ്ടിടത്ത് എത്താനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ടാണ് എത്തേണ്ടിടത്ത് എത്താൻ പറ്റാത്തതുകൊണ്ടാണ് ഇടയ്ക്കൊരു സ്ഥലം കർത്താവ് നിശ്ചയിച്ചിരിക്കുന്നത്. അതേതാ? ശുദ്ധീകരണ സ്ഥലം. ഇവിടുന്ന് നമ്മൾ തുപ്പിക്കളഞ്ഞതെല്ലാം കഴിക്കുന്നു എന്നും പറഞ്ഞ് തുപ്പിക്കളഞ്ഞ കുറേ മരുന്നുകളുണ്ടല്ലോ, കുറേ ഗുളികകൾ തുപ്പിക്കളഞ്ഞില്ലേ, അതെല്ലാം പിറക്കിയെടുത്ത് വീണ്ടും തിന്നുന്നൊരു സമയമാണ് ശുദ്ധീകരണ സ്ഥലം. ശുദ്ധീകരിക്കുന്ന ആത്മാവിനെ ശുദ്ധീകരിക്കുന്ന സമയം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, 4 കാര്യങ്ങളാണ് സിസ്റ്റർ ഇപ്പോൾ പറഞ്ഞത്. 5ാമതായിട്ട് സിസ്റ്റർ പറഞ്ഞതാണ് സഹനത്തിലൂടെ അല്ലാതെ ഉത്ഥാനത്തിൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. ഉത്ഥാനത്തിൻ്റെ മഹത്വം. അതുകൊണ്ടാണ് സഹനം ഒരിക്കലും അവസാനമല്ല. ഈ ഭൂമിയിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു വേദനയും അത് അവിടെ അവസാനിക്കുന്നില്ല. അതിന് ഉത്ഥാനത്തിൻ്റെ ഒരു മഹത്വമുണ്ട്, ഉത്ഥാനത്തിലേക്കുള്ളൊരു പ്രവേശനമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നുണ്ട്, ഈ മുള്ളെന്നെടുത്ത് മാറ്റണമേ. പൗലോസ്ലീഹയുടെ ബലഹീനതകളാകുന്ന മുള്ളുകളെടുത്ത് മാറ്റാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ ദൈവം കൊടുക്കുന്ന, ഈശോ കൊടുക്കുന്ന മറുപടി എന്താ? ഒറ്റ കാര്യം പറയുന്നത്, ഈ മുള്ളൊന്നും എടുത്ത് മാറ്റി തരുന്നില്ല. ചിലർക്കെല്ലാം, നമുക്കെല്ലാവർക്കും ഉണ്ട് ഓരോ മുള്ള്, അല്ലേ? അതായത് സഹനത്തിന് മുള്ളുകൊണ്ട് കുത്തിയാൽ എന്ത് പറ്റും? വേദന ഉണ്ടാകിയാലേ. ഇതുപോലെ എപ്പോഴും ഒരു മുള്ളുകൊണ്ടുള്ള കുത്ത് കിട്ടുന്നത് പോലെ നൊമ്പരപ്പെടുത്തുന്ന, സങ്കടപ്പെടുത്തുന്ന ഒരുപാട് അനുഭവങ്ങളിലൂടെയാണ് നമ്മളെപ്പോഴും കടന്നു പോകുന്നത്. പക്ഷേ ഈ മുള്ളൊന്ന് മാറ്റിത്തരാൻ വേണ്ടി, ഈ സഹനം ഒന്ന് മാറ്റിത്തരാൻ വേണ്ടി, ഈ ജീവിത പങ്കാളിയുടെ മദ്യപാനം ഒന്ന് അവസാനിച്ചാൽ, അല്ലേ, ഈ ജീവിത പങ്കാളിയുടെ മദ്യപാനം ഒന്ന് അവസാനിച്ചാൽ. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അവരൊത്തിരി പുറത്തുള്ളൊരു രാജ്യത്താണ് ജോലി ചെയ്യുന്നത്. നല്ല ജോലി, നല്ല പൊസിഷനിലെത്തി, സാമ്പത്തികമായിട്ടൊക്കെ എല്ലാ തരത്തിലും ഉയർന്നു. ഇനി അവർക്കൊന്നും ഈ ഭൂമിയിൽ കിട്ടാനില്ല. അതുപോലെ ദൈവം അവർക്ക് കൊടുത്തു. പക്ഷേ ഒരു മുള്ള കൊടുത്തു. അദ്ദേഹം, ആ പെൺകുട്ടി എന്നോട് പറയാണ്, എൻ്റെ സിസ്റ്റർ, ഞാൻ മടുത്തു. എന്തിനാ മടുത്തത്? എൻ്റെ ജീവിത പങ്കാളി എപ്പോഴും മദ്യപിച്ചിട്ടാണ് വരുന്നത്. മദ്യപിച്ചിട്ട് വരുന്നു പറയുമ്പോൾ ഒരു സാധാരണ രീതിയിലുള്ളൊരു മദ്യപാനമല്ല. അതിനെല്ലാം മറികടന്ന്
അതിനെല്ലാം മറികടന്നാണ് അദ്ദേഹം മദ്യപിക്കുന്നത്. മദ്യപിച്ച് കഴിയുമ്പോൾ ആ മനുഷ്യൻ കാണിച്ചു കൂട്ടുന്ന പ്രവൃത്തികളൊക്കെ ആ പെൺകുട്ടി ഷെയർ ചെയ്തു. അപ്പം എന്തോ ഒരു വലിയ സഹനത്തിലൂടെയാണ്. എന്നോർത്തു, ഇത്രയുമെല്ലാം ദൈവം മകളെ അനുഗ്രഹിച്ചിട്ട് അവൾക്കൊരു മുള്ളു കൊടുത്തിരിക്കുക. ജീവിത പങ്കാളിയുടെ മദ്യപാനം എന്ന ആ ഒരു ബലഹീനതയിലൂടെ ആ പെൺകുട്ടി അനുഭവിക്കുന്ന വേദന. അവൾ കുഞ്ഞുങ്ങളെയൊക്കെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയും. കൊണ്ടുപോകാത്ത സ്ഥലങ്ങളൊന്നുമില്ല. ഈയിടെ അവൾ ജോലി ചെയ്യുന്ന രാജ്യത്ത് നിന്ന് വന്നിട്ട് നമ്മുടെ അടക്കര ധ്യാന സെൻറ്ററിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന സമയത്ത് കൊണ്ടുപോകാൻ പറ്റാഞ്ഞിട്ട് എന്നോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചതൊക്കെ ഞാൻ ഓർക്കുവാണ്. അപ്പം ദൈവത്തിന് നമ്മുടെ സഹനങ്ങളിൽ കൃപ വർഷിക്കാൻ സാധിക്കും. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. കേട്ടോ, റോമാക്കാർക്ക് ലേഖനം 8-ാം അധ്യായം 1-2 വാക്യങ്ങൾ പ്രകാരമാണ്. ആകയാൽ ഇപ്പോൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധി ഇല്ല. ഒന്ന് പറഞ്ഞ വചനം. ഇപ്പോൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധി ഇല്ല. ഒന്നോടെ പറഞ്ഞേ, ഒരു തീഷ്ണതയില്ലല്ലോ. ആകയാൽ ഇപ്പോൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധി ഇല്ല. വാക്യം കൂടെ. എന്തെന്നാൽ യേശുക്രിസ്തുവിലുള്ള ജീവാത്മാവിന്റെ നിയമം നിന്നെ പാപത്തിന്റെയും മരണത്തിന്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. കണ്ടോ, നമ്മള് യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവൻ ഈ ലോകത്തിൻ്റെതായ എല്ലാ കാര്യങ്ങളിൽ നിന്ന് സ്വതന്ത്രനാണ്. ആരാ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നത്? ഇപ്പോൾ ഈ ഭൂമിയിലായിരിക്കുന്ന നമ്മൾ ഒരു സഹനം ഇങ്ങനെ അനുഭവിച്ച് ആസ്വദിച്ചുകൊണ്ടിരിക്കുവാണെങ്കിൽ ആ വ്യക്തി ആരോട് ഐക്യപ്പെട്ട് കഴിഞ്ഞു? ഈശോയോട് ഐക്യപ്പെട്ട് കഴിഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. നെഞ്ചെ കൈവച്ചിട്ടൊന്ന് പറഞ്ഞ്, കണ്ണടച്ചിട്ടൊന്ന് പറഞ്ഞ്, ഞാൻ എത്രയോ ഭാഗ്യവാനാണെന്നൊന്ന് പറഞ്ഞ്, ഞാൻ എത്രയോ ഭാഗ്യവതിയാണ്, ഞാൻ എത്രയോ ഭാഗ്യവാനാണ്. എന്താ കാരണം? എന്താ കാരണം? സഹനങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. ഒരുപാട് സഹനങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുക. ഒന്നും ചെറുതല്ല പ്രിയപ്പെട്ടവരെ, ഒന്നും ചെറുതല്ല, എല്ലാം വലുത് തന്നെയാണ്. വലിയ ദുഃഖങ്ങൾ, വലിയ തെറ്റിദ്ധാരണകൾ, വലിയ നൊമ്പരങ്ങൾ, വലിയ തകർച്ചകൾ, വലിയ രോഗാവസ്ഥകൾ, ഇതൊന്നും ചെറുതല്ല. ഈ സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നെഞ്ചിൽ കൈവച്ചിട്ട് ദിവസത്തിൽ പല പ്രാവശ്യം പറയണം, കർത്താവേ, ഞാൻ എത്രയോ ഭാഗ്യപ്പെട്ടവനാണ്, ഞാൻ എത്രയോ ഭാഗ്യവതിയാണ്. കാരണം ഈ വേദനകളില്ലായിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും എന്ത് ചെയ്തേനെ? ഈ സഹനങ്ങളില്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ? കർത്താവിൽ നിന്ന് അകന്നു പോയേനെ. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അപ്പൊ ഈ ഭൂമിയിൽ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് മഹത്വത്തിന്റെ കിരീടം നൽകി ദൈവം അനുഗ്രഹിക്കുക. ഹല്ലേലൂയ, ഉറക്കെ പറഞ്ഞേ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അപ്പൊ നമ്മളൊരു ചേമ്പത്താള് പോലെ ഇങ്ങനെ വാടി കരിഞ്ഞു പോയാൽ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ പറ്റുമോ? പറ്റില്ല. അതെ. 1 പത്രോസ് 4:1 നമുക്കൊന്ന് വായിക്കാം. 1 പത്രോസ് 4:1. യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കാൻ കൃപ ലഭിച്ചവർക്കുണ്ടായിരിക്കേണ്ട ഒരു മനോഭാവത്തെക്കുറിച്ച് പൗലോസ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുക. പത്രോസ്ലീഹ 1 പത്രോസ് 4:1 നമുക്ക് വായിക്കാം. ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിൻ്റെ മനോഭാവം നിങ്ങൾക്ക് ആയുധമായിരിക്കട്ടെ. ഈ സഹനത്തിൻ്റെ നിമിഷങ്ങളിലേ പ്രിയപ്പെട്ടവരെ, ഏറ്റവും കൂടുതൽ സാത്താൻ നമ്മളെ ആക്രമിക്കുന്ന നിമിഷമാണ്. കാരണം സാത്താൻ അറിയാം ഈ സഹനത്തിലൂടെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. ഈ വ്യക്തി ഈ കടന്നു പോകുന്ന വേദനയിലൂടെ, നൊമ്പരത്തിലൂടെ, തകർക്കപ്പെടുന്ന അനുഭവത്തിലൂടെ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്കറിയത്തില്ലെങ്കിൽ ആർക്കറിയാം? സാത്താൻ അറിയാം. അതുകൊണ്ട് ആയുധം എടുത്ത് തന്നെ നമ്മൾ പോരാടണം. വചനം പറഞ്ഞേ, ശരീരത്തിൽ, എല്ലാവരും വലത്തേറെ ഉയർത്തി ഉറക്കെ പറഞ്ഞേ, ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിന്റെ മനോഭാവം
നിങ്ങൾക്ക് ആയുധമായിരിക്കട്ടെ. എന്തെന്നാൽ ശരീരത്തിൽ സഹിച്ചിട്ടുള്ളവൻ പാപത്തോട് വിട വാങ്ങിയിരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ ശാരീരികമായ സഹനം എന്ന് പറയുന്ന ഒരു നിവൃത്തികേട് കൊണ്ട്, പിതാവ് പറഞ്ഞതുകൊണ്ട് അങ്ങ് ചെയ്തതല്ല, അല്ലേ? ഒരു നിവൃത്തികേട് കൊണ്ട് സംഭവിച്ചതല്ല. മറിച്ച് എന്തായിരുന്നു? ഈശോയുടെ ശരീരത്തിലെ സഹനം എന്ന് പറയുന്നത് ഒരു ദൈവഹിത നിറവേറ്റലായിരുന്നു. ദൈവഹിത നിറവേറ്റലാണ്. അതുകൊണ്ടാണ് പറയുന്നത് ശരീരത്തിലാണ് ഈശോ പീഡയേറ്റത്. ആ മനോഭാവമാണ് നിങ്ങൾക്ക് വേണ്ടത്. നമ്മുടെയും പല സഹനങ്ങളും എങ്ങനെയാണ്? ശാരീരികമായിട്ടുള്ള രോഗങ്ങൾ, അല്ലേ? ശരീരത്തിന് രോഗമുണ്ടെങ്കിൽ മനസ്സിന് സ്വസ്ഥതയുണ്ടോ? ഇന്നിപ്പോൾ ഡോക്ടർ പറയുകയാണ് ക്യാൻസറാണ്, അല്ലേ? അല്ലെ സ്ട്രോക്ക് വന്നു, അല്ലെങ്കിൽ ഒരു 4 ദിവസം വെന്റിലേറ്ററിൽ ഇടണം. അങ്ങനെ ഡോക്ടർ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ ഉള്ളത്? പറഞ്ഞത് സത്യത്തിൽ തലയ്ക്കാണെന്നാണ് പറഞ്ഞത്, അല്ലെങ്കിൽ ക്യാൻസർ നടുവിനാണെന്നാണ് പറഞ്ഞത്. വിഷമം എവിടെയായി? മനസ്സിനായി. അപ്പം ശരീരവും മനസ്സും ഒരുപോലെ നൊമ്പരപ്പെടുകയാണ്, സങ്കടപ്പെടുകയാണ്, വേദനിക്കുകയാണ്. അപ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട മനോഭാവം ഈ ശാരീരികമായ ഈ സഹനത്തിലൂടെ, ഈ മാനസികമായ പീഡനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് എങ്ങോട്ടാണ് നോക്കാനുള്ളത്? ഈശോയുടെ കുരിശിലേക്കാണ്. അതുകൊണ്ടാണ് പത്രോസ്ലീഹ പറയുന്നത് ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിന്റെ മനോഭാവം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. നമ്മളിപ്പോൾ വർഷങ്ങളായിട്ട് രോഗിയായിട്ടിരുന്നു പോയിന്ന് കൂട്ട്, നാളുകളായിട്ട് രോഗാവസ്ഥയിലൂടെ കഴിയുക, ശാരീരികമായിട്ട് നമ്മൾ തളർന്നു പോയിന്ന് കൂട്ട്. പക്ഷെ ആ സഹനത്തിന് വിലയുണ്ടെന്ന്, ക്രിസ്തുവിൻ്റെ സഹനത്തിൽ പങ്കുചേരുക. കണ്ടോ? നിങ്ങൾക്ക് എന്തെന്നാൽ ശരീരത്തിൽ സഹിക്കുന്നവൻ, ശരീരത്തിൽ സഹിക്കുന്നവൻ എല്ലാ പാപത്തിൽ നിന്നും വിടുതൽ നേടിയിരിക്കുക. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഈ സഹനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈശോയുടെ ശാരീരികമായ സഹനം എന്ന് പറയുന്നത് ഈശോ ചെയ്ത പാപത്തിന് പരിഹാരമായിരുന്നില്ല. പിന്നെ എന്തായിരുന്നു? ഈ ഭൂമിയിലുള്ള ഓരോ മനുഷ്യൻ്റെയും സഹനത്തിൻ്റെ പരിഹാരമായിരുന്നു, പാപത്തിൻ്റെ പരിഹാരമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ശാരീരികമായ സഹനമാകട്ടെ മാനസികമായ സഹനമാകട്ടെ, അതിന് രണ്ട് പ്രതിഫലമുണ്ട്. ഒന്ന്, നമ്മുടെ തന്നെ പാപത്തിന് പരിഹാരമാകുന്നു. 2, ആ സഹനത്തിലൂടെ മറ്റനേകർ രക്ഷപ്പെടുന്നതിന് കാരണമാകുന്നു. ഹല്ലേലൂയ. 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 ഇപ്പം ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ പാപത്തിന് നമ്മൾ പരിഹാരം ചെയ്യണോ? ചെയ്യണം. ഇനി നമ്മളിലൂടെ മറ്റുള്ളവർ രക്ഷപ്പെടണമോ? ഇപ്പൊ ഭർത്താവ് മദ്യപാനിയാണ്, അല്ലെ വിശ്വാസമില്ല, ഉദാശകളൊന്നും സ്വീകരിക്കുന്നില്ല. അപ്പൊ ആ മനുഷ്യന്റെ ആത്മാവിന് വേണ്ടി ആരാ സഹിക്കേണ്ടത്? ആരാ സഹിക്കേണ്ടത്? ആ കുടുംബത്തിലുള്ളവരാ. ചിലപ്പോൾ ദൈവം ഭാര്യയായിരിക്കും തിരഞ്ഞെടുക്കുന്നത്, ചിലപ്പോൾ ദൈവം അമ്മയായിരിക്കും, ചിലപ്പോൾ ദൈവം പെങ്ങളെയായിരിക്കും. ആ കുടുംബത്തിലുള്ള ആരെങ്കിലും ആയിരിക്കും ദൈവം അതിനുവേണ്ടി നിയോഗിക്കുന്നത്. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞു ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ് ഈ സഹനം എന്നുള്ളത് നമ്മുടെ മനസ്സിൽ നമ്മൾ ഉറപ്പിക്കണം. നമ്മുടെ അബദ്ധമോ ദൈവത്തിൻ്റെ അബദ്ധമോ ഒരു മണ്ടത്തരമോ ഒന്നുമല്ല. പിന്നെ എന്താണ്? ഇത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. ദൈവത്തിൻ്റെ ഒരു പദ്ധതി എന്ന് പറയുമ്പോൾ ഞാൻ സഹിച്ചിട്ട് ദൈവത്തിന് എന്ത് കിട്ടാനാണല്ലേ? അങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിൽ ചിന്ത വരും. അതിന് കിട്ടാൻ എന്താ? വളരെ കൃത്യമാണ്. എൻ്റെ ആത്മാവിൻ്റെ വിശുദ്ധീകരണം, എന്നിലൂടെ മറ്റനേകരുടെ വിശുദ്ധീകരണം. ഹല്ലേലൂയ. സങ്കീർത്തനം 28:7 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. കർത്താവ് എൻ്റെ ശക്തിയും പരിചയമാണ്, കർത്താവിൽ എൻ്റെ ഹൃദയം ശരണം വയ്ക്കുന്നു, അതുകൊണ്ട് എനിക്ക് സഹായം ലഭിക്കുന്നു, എൻ്റെ ഹൃദയം ആനന്ദിക്കുന്നു, ഞാൻ കീർത്തനം ആലപിച്ച് അവിടുത്തോട് നന്ദി പറയുന്നു. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. എന്നോട് ആരോ പറഞ്ഞു, ഒരു ജോലി കിട്ടി, നല്ലൊരു ജോലി കിട്ടി, അതിന് സിസ്റ്റർ നന്ദി പറയണം. ഒത്തിരി നാൾ പ്രാർത്ഥിച്ചിട്ടാണ് ജോലി കിട്ടിയത്, ജോലി കിട്ടിയപ്പോൾ നന്ദി പറയണം. വേറൊരാൾ പറയുന്നു, ഒത്തിരി പ്രാവശ്യം പരീക്ഷ എഴുതിയിട്ടും പാസ്സായില്ലായിരുന്നു, തോറ്റുപോയി, ഈ പ്രാവശ്യം പരീക്ഷ എഴുതിയപ്പം ജയിച്ചു, സിസ്റ്റർ നന്ദി പറയണം. ഞാൻ പറയുന്നത് നന്ദി പറയേണ്ടത് അന്നേരമല്ല, അല്ലേ? നന്ദി പറയേണ്ടതല്ല എൻ്റെ അർത്ഥം. നമ്മളെപ്പോഴും ദൈവത്തോട് നന്ദി പറയേണ്ടത് എപ്പോഴാണ്? നിത്യമായ നന്മ നമുക്ക് തരുമ്പോഴാണ്. തോറ്റു പോകുമ്പോൾ, അല്ലേ? ജോലി കിട്ടാതെ വരുമ്പോൾ,
പിന്നെന്താണ്, വീട് പണി പൂർത്തിയാക്കാൻ പറ്റാതെ വരുമ്പോൾ, കടബാധ്യതകൾ കടന്നു വരുമ്പോൾ, മറ്റുള്ളവർ നമ്മളെ പറ്റിക്കുമ്പോൾ, വഞ്ചിക്കുമ്പോൾ, അതിലൂടെയൊക്കെ അനുഭവിക്കുന്ന സഹനത്തിന്, വേദനയ്ക്ക്, നൊമ്പരത്തിന് നമ്മൾ എന്ത് പറയണം? ദൈവമേ നന്ദി, ദൈവമേ നന്ദി. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്നവരൊക്കെ വേറെ ഓരോ അൽഫോൻസാമ്മമാരാണ് അല്ലേ? നമ്മളൊക്കെ കടന്നുപോയി ജീവിതത്തിലെ വേദനകളും നൊമ്പരങ്ങളും ഒരുപക്ഷെ അൽഫോൻസാമ്മ സഹിച്ചതിനേക്കാൾ കൂടുതൽ സഹനങ്ങളിലൂടെ കടന്നുപോയവരിവിടെയുണ്ട്. അപ്പോൾ ദൈവം തന്ന സഹനങ്ങൾക്ക് നമ്മൾ നന്ദി പറയണം. വിശുദ്ധ ജോൺ ക്രിസ്തോസ്റ്റം പറയുകയാണ്, പാപം എന്ന് പറയുന്നത് ആത്മാവിൻ്റെ വ്രണമാണ്. ശരീരത്തിലൊരു വ്രണം, കയ്യിലൊരു വ്രണമുണ്ടെങ്കിൽ, കാലിലൊരു വ്രണമുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഇതുപോലെ ആത്മാവിൻ്റെ വ്രണം എന്താണ്? പാപമാണ്. അപ്പം നമ്മൾ കണ്ടിട്ടുണ്ടോ, ചെറുപ്പത്തിലൊക്കെ കരപ്പൻ പിടിച്ച പിള്ളേരെ കണ്ടിട്ടില്ലേ അല്ലേ? കരപ്പൻ പിടിച്ചാൽ എങ്ങനെയാണ്? ഇപ്പോൾ അതില്ലെന്ന് തോന്നുന്നു അല്ലേ? പണ്ടൊക്കെ ഉണ്ട്. അത് കൈയും കാലും മുഴുവനിങ്ങനെ ചൊറിഞ്ഞ് പൊട്ടി പഴുത്തിരിക്കും ഏകദേശം. എന്നിട്ട് ആ സമയത്ത് എന്ത് ചെയ്യും? നമ്മളെ പിടിച്ചിട്ട് എന്നാ കൊടിയില കൊണ്ടല്ലേ, കൊടിയിലയല്ല തണ്ട്, അത് ചതച്ച് തേച്ച് കുളിപ്പിക്കും. അപ്പം ബ്ലഡൊക്കെ ഒഴുകും ശരീരത്തിലൂടെ, ജീവൻ പോകും, പ്രാണം പോകും അല്ലേ? അങ്ങനെ ഒരു കാലം ഓർക്കുന്നുണ്ടോ? ഈ ഒരു അവസ്ഥയിലാണ് നമ്മുടെ ആത്മാവുള്ളത്. അപ്പം ഈ അമ്മ ചെയ്യുന്ന ശുശ്രൂഷയാണ് സഭ ചെയ്യുന്നത്. കരപ്പം പിടിച്ച കുഞ്ഞുങ്ങളെ എന്തു ചെയ്യും? ഈ കൊടി തണ്ടുകൊണ്ട് ശരിക്ക് കുളിപ്പിക്കുന്നത് പോലെ ദൈവം ഈ സഹനത്തിലൂടെ, വചനം പറയുകയാണ്, വിശുദ്ധ ജോൺ ക്രിസ്തോസ്റ്റം പറയുകയാണ്, അതായത് ആത്മാവിൻ്റെ വ്രണമാണ് ദുഷിച്ച വ്രണം ആണ് പാപം. ആ ദുഷിച്ച ഭാഗത്തെ പൂർണ്ണമായിട്ടും നീക്കിക്കളയുക. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ ഒരു വൈദ്യനെ പോലെ, ഒരു ഡോക്ടറിനെ പോലെ ദൈവം ഇവിടെ പ്രവർത്തിക്കുക. ഒരു ഡോക്ടർ നമ്മുടെ വയറ്റിലൊരു മുഴയുണ്ടെന്ന് പറഞ്ഞാൽ, അല്ലെ കയ്യിലൊരു മുഴയുണ്ടെന്ന് പറഞ്ഞാൽ ഡോക്ടർ എന്ത് ചെയ്യും? അത് സാരമില്ല, അവിടെ ഇരുന്നോട്ടെന്ന് പറയുമോ? ഇല്ല, അത് അപകടമാകുമെന്ന് ഡോക്ടറിന് അറിയാവുന്നത് കൊണ്ട് ഡോക്ടർ എന്ത് പറയും? അതെടുത്ത് കളയണം. ഇതുപോലെ നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നതിന് അപകടകരമായ ചില കാര്യങ്ങൾ എൻ്റെ ആത്മാവിലുണ്ടെന്ന് ദൈവത്തിന് അറിയാവുന്നത് കൊണ്ട് ദൈവം എന്ത് ചെയ്യുവാണ്? അതെടുത്ത് കളയുക. ഹല്ലേലൂയ. എൻ്റെ അഹങ്കാരം എടുത്ത് കളയുക. അഹങ്കാരം എടുത്ത് കളയുന്നത് എങ്ങനെയാണ്? അഹങ്കാരികൾക്ക് ദൈവത്തെ കാണാൻ പറ്റുമോ? ദൈവത്തിൻ്റെ അടുത്ത് എത്താൻ പറ്റുമോ? അപ്പോൾ എൻ്റെ അഹങ്കാരം എടുത്തു കളയണം. എന്ത് ചെയ്യണം? എളിമപ്പെടാനുള്ള അവസരം എനിക്ക് തരണം. മറ്റുള്ളവരെന്നെ കുറിച്ച് ഔക്യാദികൾ പറയണം, മറ്റുള്ളവരെന്നെ ഉപദ്രവിക്കണം, എളിമപ്പെടണം. അപ്പോൾ എളിമപ്പെടാനുള്ള അവസരം ദൈവം എനിക്ക് തരുവാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ എളിമപ്പെടാനായിട്ടുള്ള അവസരം ദൈവം എനിക്ക് തരുവാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ഈ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന സഹനങ്ങൾ, വേദനകൾ, അത് ഏത് തരത്തിലുള്ളതാണേലും അത് ശിക്ഷയല്ല, മറിച്ചൊരു പരിഹാരമാണ്. ഹല്ലേലൂയ. ദൈവം എന്നെ ശിക്ഷിക്കുകയല്ല, പിന്നെന്താണ്? എൻ്റെ പ്രശ്നത്തിനൊരു പരിഹാരം നിർദ്ദേശിക്കുവാണ്. ഹല്ലേലൂയ. ഞാൻ രോഗിയാണെങ്കിൽ ആ രോഗത്തിൽ നിന്ന് എനിക്ക് വിടുതൽ കിട്ടാൻ വേണ്ടി ഡോക്ടറുടെ പരിഹാരം നിശ്ചയിക്കുന്നത് പോലെ തമ്പുരാന് മനസ്സിലാവും അല്ലേ? ഇങ്ങനെ ഒന്ന് ചെയ്യിച്ചില്ലെങ്കിൽ, ഇങ്ങനെ ഒരു വേദനയിലൂടെ കടത്തി വിട്ടില്ലെങ്കിൽ, ഇങ്ങനൊരു കാലഘട്ടം, ഈ സഹനത്തിൻ്റെ ഒരു കാലഘട്ടം കൊടുത്തില്ലെങ്കിൽ ഈ ആത്മാവ് സ്വർഗത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ ഉണ്ടാകുകയില്ല എന്നറിയാവുന്ന ദൈവം നമുക്ക് സഹനങ്ങൾ തരികയാണ്. ഉണ്ടോ? പ്രഭാഷകന്റെ പുസ്തകം 2:5 പറയുകയാണ്, എന്തെന്നാൽ സ്വർണം പറഞ്ഞേ, സ്വർണം അഗ്നിയിൽ ശുദ്ധീകരിക്കപ്പെടുന്നു, സഹനത്തിന്റെ ചൂടയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യർ. ഇപ്പം നമ്മളാരാ? ഞാനൊരു സ്വർണ്ണമാണെന്നൊന്ന് പറഞ്ഞ്, ഞാനൊരു സ്വർണ്ണമാണ്. ഹല്ലേലൂയ. ഈ ഞാനൊരു സ്വർണ്ണമാണെന്ന് അറിയാൻ പാടില്ലാത്ത ആർക്കാണെന്നറിയാവോ? എനിക്ക് മാത്രമേ ഉള്ളൂ. പിശാചിന് ശരിക്കും അറിയാം ഞാനൊരു സ്വർണ്ണമാണ്. അതുകൊണ്ട് അവൻ ആരെ കൊണ്ടുപോകും? മോഷ്ടിച്ചുകൊണ്ട് പോകും അല്ലേ? അവൻ മോഷ്ടിച്ചുകൊണ്ട് പോകും. ഉണ്ടോ? സ്വർണം അഗ്നിയിൽ ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ സഹനത്തിൻ്റെ ചൂളയിലിട്ട് കർത്താവ് തൻ്റെ പ്രിയപ്പെട്ടവരെ ശുദ്ധീകരിക്കുന്നു. അതൊരു പരിഹാരമാണ്, പാപം ചെയ്തതിനൊരു പരിഹാരം അല്ലേ? ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഹെബ്രായർക്ക് ലേഖനം 12:6-8 നമുക്ക് ആരാധനയ്ക്കുള്ള സമയമായി. ഞാൻ ഇതൊന്നുകൂടെ വായിക്കാവേ. താൻ സ്നേഹിക്കുന്നവന് കർത്താവ് ശിക്ഷണം നൽകുന്നു. ഹല്ലേലൂയ. ശിക്ഷ നൽകുന്നു എന്നല്ല, പിന്നെയോ ശിക്ഷണം നൽകുന്നു. മക്കളായി സ്വീകരിക്കുന്നവരെ പ്രഹരിക്കുകയും ചെയ്യുന്നു. ശിക്ഷണത്തിന് വേണ്ടിയാണ് നിങ്ങൾ സഹിക്കേണ്ടത്. ഹല്ലേലൂയ. എന്തിനു വേണ്ടിയാണ് സഹിക്കേണ്ടത്? ശിക്ഷണത്തിന് വേണ്ടിയാണ്. മക്കളോടെന്ന പോലെ ദൈവം നിങ്ങളോട് പെരുമാറുന്നു. നമ്മൾ ഈ
ഇതിലെ ഈ റോട്ടിൽ കൂടെ അങ്ങ് നടന്നു പോകുന്ന സമയത്ത് കുറച്ച് പിള്ളേർ ഇങ്ങനെ എന്താണ് കഞ്ചാവോ മറ്റ് മയക്കുമരുന്നുകളോ എല്ലാം എടുത്ത് ഉപയോഗിക്കുന്നത് കണ്ടാൽ നമ്മളവരെ പിടിച്ച് തല്ലുവോ? ഇല്ല. അതേസമയം നമ്മുടെ മോനാ കൂടെ ഉണ്ടെങ്കിലോ പറഞ്ഞു തീരുന്നതിന് മുമ്പ് പൊട്ടീര് കഴിഞ്ഞിരിക്കും, അല്ലേ? പറഞ്ഞു തീരുന്നതിന് മുമ്പ് കണ്ടു കഴിയുന്നതിന് മുമ്പ് പൊട്ടീര് കഴിഞ്ഞിരിക്കും. ഇതുപോലെ കർത്താവ് പറയാണ്, മക്കളാണ് നിങ്ങളെനിക്ക്, നിങ്ങളെൻ്റെ മക്കളാണ്, ഞാൻ നിങ്ങളുടെ അപ്പനാണ്. അതുകൊണ്ട് ഏതൊരു തെറ്റും ദൈവം കണ്ണടച്ച് കളയുകയില്ല. ദൈവം ആ തെറ്റിന് പരിഹാരം തരും, നമ്മളെ സൗഖ്യപ്പെടുത്തും. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ശിക്ഷണം ലഭിക്കാത്ത ഏത് മകനാണുള്ളത്? എല്ലാവർക്കും ലഭിക്കുന്ന ശിക്ഷണം നിങ്ങൾക്കും ലഭിക്കാതിരുന്നാൽ നിങ്ങൾ മക്കളല്ല, ജ്വാരസന്താനങ്ങളാണ്. അല്ല, തിരുവരുത്തി പറഞ്ഞ ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ. ഞാൻ ദൈവത്തിൻ്റെ ഒരു മകനാണ്, മകളാണ് എന്ന് തെളിയിക്കുന്ന, ദൈവം പ്രഖ്യാപിക്കുന്ന സമയമാണ് എന്ത്? സഹനങ്ങൾ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവൻ എൻ്റേതാണ്, ഇവൾ എൻ്റേതാണ് എന്ന് ദൈവം പ്രഖ്യാപിക്കുകയാണ് എൻ്റെ ഓരോ വേദനകളുടെ മുമ്പിലും, ഓരോ സഹനങ്ങളുടെ മുൻപിലും. കാരണം 2 എണ്ണം ദൈവം എനിക്കിട്ട് തരുന്നുണ്ടെങ്കിൽ എൻ്റെ ദൈവം എൻ്റെ അപ്പനായതുകൊണ്ടാണ്, അല്ലേ? ഞാൻ ദൈവത്തിൻ്റെ മകളായതുകൊണ്ടാണ്. ആമേൻ ഹല്ലേലൂയ പറഞ്ഞ ആമേൻ ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞ ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ സഹനം എന്ന് പറയുന്നത് കഴിഞ്ഞകാല ജീവിതത്തിലെ പാപത്തിനുള്ള പരിഹാരം ചെയ്യൽ മാത്രമല്ല, മറിച്ച് പുണ്യയോഗ്യതയോടെ സമർത്ഥമായൊരു ഉറവിടം ദൈവം നമ്മുടെ മുമ്പിൽ തുറക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതായത് ആ പരിഹാരം ചെയ്യൽ സംഭവിക്കുന്ന സമയത്ത് ഒരുപാട് പുണ്യത്തിൽ നമ്മൾ നിറയുക. ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ. അതുകൊണ്ട് ആ ഉറവ ഒരിക്കലും അടഞ്ഞു പോകരുത്. ഏതുറവ? സഹനങ്ങളുടെ ഉറവ. അത് പൊട്ടി ഒഴുകിക്കോട്ടെ. ഹല്ലേലൂയ. നിറഞ്ഞ് കവിഞ്ഞൊഴുകിക്കോട്ടെ. ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, റോമാക്കാർക്ക് ഇത് ലേഖനം 8:18 കൂടെ നമുക്കൊന്ന് വായിക്കാം. എല്ലാവരും കൂടെ നേരിട്ട് പറയണേ, നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണ്. ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ. 3 പ്രാവശ്യം വലത്തെ ഉയർത്തി പറഞ്ഞ, നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണ്. ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണ്. ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ. ഇപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാ സഹനങ്ങളും നമ്മൾ ഈശോയുടെ മുമ്പിൽ സമർപ്പിക്കുക. സഹനങ്ങളെ ദൈവത്തിന് സമർപ്പിച്ചിട്ട് ഈശോയുടെ മുഖത്ത് നോക്കി നമ്മളിരിക്കുവാണ്, ദിവികാരുണ്യത്തെ നോക്കി നമ്മളിരിക്കുവാണ്. സഹനത്തിൽ ഒരു വ്യക്തി വിജയിക്കുന്നത് എപ്പോഴാണെന്നറിയാവോ? സഹനത്തിൻ്റെ നിമിഷങ്ങളിൽ ഈശോയെ നോക്കിയിരിക്കാൻ പറ്റുമ്പോഴാണ്. ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ. അപ്പം എന്താ സംഭവിക്കുന്നത്? സഹനങ്ങളുടെ നിമിഷങ്ങളിൽ ഈശോയെ കണ്ടുകൊണ്ടിരുന്നാൽ, ഈശോയെ നോക്കിയിരുന്നാൽ, ഈശോയുടെ അടുത്തിരുന്നാൽ എന്താ സംഭവിക്കുന്നത്? എൻ്റെ മനസ്സ് ശാന്തമാകും. എൻ്റെ മനസ്സിന് ഭയങ്കര ശാന്തത ലഭിക്കും, സമാധാനം ലഭിക്കും. ആ സഹനത്തിലൂടെ എനിക്ക് കിട്ടുന്ന മുറിവുകളിലേക്ക് ഈശോയുടെ സ്നേഹവും കരുണയുമാകുന്ന ആ ഔഷധം ഒഴുകി ഇറങ്ങി വന്നിട്ട് ആ മുറിവ് ഉണങ്ങും. ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ. നമുക്കറിയാം, മുറിവ് ഉണങ്ങാതിരുന്നാൽ അത് അപകടമാണ്, അല്ലേ? മുറിവുണ്ടെങ്കിൽ അത് ഉണങ്ങണം. വിശുദ്ധരൊക്കെ അവരുടെ ജീവിതത്തിൽ അവരുടെ മുറിവുകൾ ഉണക്കിയിരുന്നു. അതൊരിക്കലും വ്രണമായിട്ടിങ്ങനെ പഴുപ്പിങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്നില്ല. അത് ഉണക്കിയിരുന്നു. എവിടെ ഇരുന്നാണ് ഉണക്കിയിരുന്നത്? ദിവികാരുണ്യത്തിൻ്റെ മുൻപിലിരുന്ന്, ഈശോയുടെ മുൻപിലിരുന്ന്. ഹല്ലേലൂയ. നമ്മുടെ മുറിവുണക്കുന്ന സമയം. ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ. സഹിക്കാൻ എനിക്ക് കൃപ തരണേ ദൈവത്തോട് പ്രാർത്ഥിക്കാം. വേറെ ഒരു വഴിയില്ലെന്ന് വിശുദ്ധർ നമുക്ക് പറഞ്ഞു തരുവാണ്. സ്വർഗത്തിലേക്ക് മക്കളെ ഒരു വഴിയില്ല. പെട്ടെന്ന് യൂട്ടേൺ എടുത്തോളുക, അല്ലേ? പെട്ടെന്ന് യൂട്ടേൺ എടുത്തോളുക. ഒരൊറ്റ വഴിയേ ഉള്ളൂ, ഈ ലോകത്തിൻ്റെ വിശാലമായ വഴി. അത് സ്വർഗത്തിലേക്കുള്ളതല്ല. വലത്തേറ് വരുത്തി പറഞ്ഞ ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്.